ഫുക്രിയിലേക്ക് സ്വാഗതം. ലാമിൻ യമാൽ പറഞ്ഞത് തന്നെ സംഭവിച്ചു. കളിക്ക് മുമ്പ് ലാമിൻ യമാലിനോട് 1-2 ദിവസം മുമ്പ് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഫ്രാൻസിനെതിരായ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ യമാൽ പറഞ്ഞു, എന്ത് ഫ്രാൻസിനെയൊക്കെ ഞങ്ങൾ സമീപകാലത്ത് 2 തവണ തോൽപ്പിച്ചതാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രാൻസിന് ഭയമൊന്നുമില്ല, പക്ഷെ ഫ്രാൻസ് ഞങ്ങളെ പേടിക്കണം. ഇതാണ് യമാൽ പറഞ്ഞത്. കൃത്യമായും അത് തന്നെ സംഭവിച്ചു. ഇതുവരെ ഈ ടൂർണമെൻറ്റിൽ ആകെ ഗംഭീര കളി കളിച്ചു വന്ന ഫ്രാൻസ് സ്പെയിനിന് മുന്നിൽ മുട്ടുമടക്കി, അക്ഷരാർത്ഥത്തിൽ മുട്ടുമടക്കി. പൊസഷൻ ഗെയിം കളിച്ച സ്പെയിൻ ഫ്രാൻസിന് ഒന്നുമല്ലാതാക്കി. അങ്ങനെ സ്പെയിൻ 16 വർഷത്തിന് ശേഷം ഫൈനലിലെത്തി. അപ്പോൾ ലാമിൻ യമാൽ പറഞ്ഞത് തന്നെ സംഭവിച്ചു. ഞങ്ങൾ ഫ്രാൻസിനെ ഭയക്കുന്നില്ല. എന്തിനാണ് ഭയക്കുന്നത്? ഞങ്ങൾക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കഴിഞ്ഞ സമീപകാലത്ത് കളിച്ച 2 കളിയും ഞങ്ങൾ ജയിച്ചതാണ് എന്ന് കൃത്യമായി തന്നെ സ്പെയിനിൻ്റെ സൂപ്പർ താരമായ ടീനേജ് താരമായ ലാമിൻ യമാൽ പറഞ്ഞിരുന്നു. ആ 2 തവണ ജയിച്ചതിൽ ഒന്ന് യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിലായിരുന്നു. ഇതപ്പോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലും അതേപോലെ തന്നെ തനി ആവർത്തനം എന്ന നിലയിൽ സ്പെയിൻ ഫ്രാൻസിനെ തോൽപ്പിച്ചിരിക്കുന്നു. യമാൽ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു. നിർഭയമായ കളിയാണ്. യമാൽ പറഞ്ഞതുപോലെ തന്നെ നിർഭയമായ കളിയാണ് സ്പെയിൻ കളിച്ചത്. ഫ്രാൻസിനെ ഒട്ടും വകവയ്ക്കാതെ തന്നെ, അവരുടെ പേരിനെയും പെരുമയെയും അവരുടെ കളിയെയും വകവയ്ക്കാതെ തന്നെ കളിച്ച സ്പെയിൻ തീർച്ചയായിട്ടും അർഹിക്കുന്ന വിജയമാണ് നേടിയെടുത്തത്. എന്തായാലും യമാലിൻ്റെ ആത്മവിശ്വാസം അത് എത്രത്തോളം ഉയരത്തിലാണെന്ന് ഈ മത്സരഫലം തെളിയിക്കുന്നുണ്ട്. കാരണം യമാൽ അത്ര സ്പഷ്ടമായിട്ടാണ്, ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്, ഫ്രാൻസിനെ ഞങ്ങൾ അങ്ങനെ ഭയക്കുന്നില്ല, ഫ്രാൻസ് ഞങ്ങളെയാണ് ഭയക്കേണ്ടത് എന്ന്. അത് കൃത്യമായിരിക്കുന്നു. ഫ്രാൻസ് സ്പെയിനോട് തോറ്റിരിക്കുന്നു സെമി ഫൈനലിൽ. ഈ ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ പുറത്തായിരിക്കുന്നു. കഴിഞ്ഞ തവണ ഫൈനലിൽ അർജൻറ്റീനയോട് തോറ്റു. ഇത്തവണ സെമി ഫൈനലിൽ സ്പെയിനോട് തോറ്റിരിക്കുന്നു. അങ്ങനെ യമാൽ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നു.